എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ ഒരു വീഡിയോ ഞാൻ ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3-4 വട്ടം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോ ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായത് കേട്ടോ. അതിൽ ഞാൻ ഫോക്കസ് ആയില്ലടോ. ഞാനിങ്ങനെ പൊട്ടിയുടെ പോലെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ വീഡിയോ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കരച്ചിൽ വന്നു കേട്ടോ. നിങ്ങൾക്ക് പറ്റാറുണ്ട് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെയും? അങ്ങനെ പറ്റാറുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ പീരീഡ്സിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ എനിക്ക് ആ സമയത്ത് എന്താ പറയുക, ഒട്ടും കോംപ്രമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി, ഡെസ്പായി പോയിട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്നല്ല നമ്മളുടെ വിഷയം എന്ന് പറയുന്നത്. നമ്മളുടെ വിഷയം ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സ് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക് അല്ല, ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക് ആണ്. ആരാണ് നമുക്ക് ഗിഫ്റ്റ് തന്നത്? എനിക്ക് അഞ്ജനേച്ചിയാണ് കേട്ടോ. അതായത് നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഒരു കുട്ടി ചേച്ചിയാണ് അഞ്ജനേച്ചി. അപ്പോൾ നമുക്ക് ചേച്ചി തന്നിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട്, അപ്പോൾ അത് കാരണം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ ഷെയ്ഡും ഇതിൻ്റെ കംഫർട്ട് സോണും അതുപോലെ തന്നെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അഞ്ജന ചേച്ചി താങ്ക് യു സോ മച്ച്. ഹായ് അഞ്ജന ചേച്ചി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോ ലിപ്സ്റ്റിക് ആയിട്ട് കാണാം. ഇതിൽ ഒരു 2 ലിപ്സ്റ്റിക്ക് മാത്രം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം എനിക്ക് ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ അത് എനിക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ വേണമെങ്കിൽ നൈക്കയിലോ അല്ലെങ്കിൽ പർപ്പിളിലോ ഞാൻ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാമല്ലോ. ഞാനിപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയിൽ എന്താ പറയുക, ഡസ്കി സ്കിൻ ടോൺ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്കിൻ ടോൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അവർക്ക് മാച്ച് ആവുന്ന ടൈപ്പ് ലിപ്സ്റ്റിക്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അവർക്ക് മാച്ച് ആക്കി ചില ഷെയ്ഡ്സ് അങ്ങനെ എനിക്ക് കുറച്ച് വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ ഉള്ളതുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഷെയ്ഡിലോട്ട് കൊണ്ടുവരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ ഏതൊക്കെയാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, ഏതിനൊക്കെയാണ് കുറച്ചും കൂടെ നെഗറ്റീവ്സ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു 6 ലിപ്സ്റ്റിക്സ്, 6 ലിപ്സ്റ്റിക്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എനിക്ക് എൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ, ലിക്വിഡ് ലിപ്സ്റ്റിക്കിനെക്കാട്ടിലും. എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് എൻ്റെ ലിപ്സ് ഓൾറെഡി കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചും കൂടെ അങ്ങനെ പിഗ്മെന്റേഷൻ പെട്ടെന്ന് വരാനായിട്ട് ചാൻസസ് ഉള്ള പോലത്തെ ലിപ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളതും എനിക്ക് പെട്ടെന്ന് ഇടാനായിട്ട് ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് ഇങ്ങനെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. അയ്യോ, ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞു പോയി എന്ന് തോന്നണം. ഓക്കെ, നമുക്കിനി വേഗം വീഡിയോ കാണാം കേട്ടോ. ഈ ലിപ്സ്റ്റിക്സ് ഒന്നും ഞാൻ എൻ്റെ ചുണ്ടിലിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഞങ്ങള് ഒരു 2-3 ദിവസം ചുമ്മാ കറങ്ങാൻ പോയതിൻ്റെ എല്ലാ ആഫ്റ്റർ എഫക്ട്സും ആയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ചുണ്ട് മൊത്തം പിഗ്മെന്റഡ് ആയി, മൊത്തം എൻ്റെ സൺടാൻ ആകുമ്പോഴത്തേക്കിനും എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അഫക്റ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ വെച്ചു ടാനിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഫേസിനും നമ്മളുടെ ബോഡിക്കും മാത്രമാണ്. ചുണ്ടൊക്കെ ഇങ്ങനെ സൺടാൻ ആവുക അല്ലാന്നുണ്ടെങ്കിൽ സൺബേൺ ആവുകയൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ മുന്നേ വന്നിട്ടുമില്ല. നമ്മൾ നട്ടപ്ര വെയിലത്ത് ഇങ്ങനെ ബീച്ചിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ സൺടാൻ ആവാതെ എന്താവാനാണല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത് ഓയിലിയോ നമ്മളുടെ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണ് ഞാൻ റിമൂവ് ചെയ്യാറ്. നന്നായി വെച്ചിട്ട് മസാജ് ചെയ്തിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ടാണ്, അല്ലാണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ മേക്കപ്പ് റിമൂവർ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചുണ്ടിൽ ഇട്ട് കാണിക്കുമ്പോഴത്തേക്കും അത് കുറച്ച് അബദ്ധമാവും, പിന്നെ അത് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ഷെയ്ഡ്സും എൻ്റെ കയ്യിൽ ജസ്റ്റ് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ എങ്ങനെയാണ് അത് എൻ്റെ ചുണ്ടിൽ ഇടുമ്പോഴത്തേക്കിനും ഉണ്ടാവുക, എനിക്കത് വാഷ് ഔട്ട് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അത് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യാറുള്ളത് എന്നും കൂടെ ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു മെബലിൻ്റെ വൈനൽ ഇങ്ക് റേഞ്ചിൽ വരുന്ന ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. കാണാണ്ടോ? ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 10 ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് പിങ്ക് ലിപ്സ്റ്റിക്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. നമ്മൾ സാധാരണ ഡസ്കി സ്കിൻ ടോണിന് പിങ്ക് ലിപ്സ്റ്റിക്സ് അങ്ങനെ അത്ര കണ്ടു ചേരാറില്ല അല്ലേ. പക്ഷെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബേബി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്സ് കുറച്ചും കൂടി ഇഷ്ടമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട്, അതായത് നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്കന്ന് അറിയില്ലല്ലോ നമുക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡാണോ, നമുക്ക് മാച്ച് ആവുന്ന ഷെയ്ഡാണോ, അതൊന്നും അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക്, ഒന്ന് ഇഗ്നോർ ചെയ്തോളൂ കേട്ടോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് ആയിരുന്നു. അന്ന് അതെനിക്ക് മാച്ച് ആവുണ്ടോ എന്താ എന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് തൊട്ടുള്ള എനിക്കൊരു ഫാസിനേഷനാണ് പിങ്ക് ലിപ്സ്റ്റിക്കിനോട്. ഇപ്പോൾ അലീനേനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള, കുറച്ചും കൂടെ ബ്രൗണിഷ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് ലിപ്സ്റ്റിക്കിനോടാണ് ഇഷ്ടം. എനിക്ക് കുറച്ചും കൂടെ പിങ്ക് ആൻഡ് ന്യൂഡ്സ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇഷ്ടം. അതൊന്നല്ല, നമ്മളുടെ കാര്യം എന്ന് പറയുന്നത് ഈ ഷെയ്ഡാണ്. ഞാനില്ലോ ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു പോകും. നിങ്ങൾ ആ ഭാഗമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ ഈ ഷെയ്ഡ് നോക്കുന്ന ഭാഗം മാത്രം നോക്കിയാൽ മതി. ഇത് ജസ്റ്റ് നന്നായി ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കയ്യിൽ ഇടുന്ന കാരണം ഞാൻ അങ്ങനെ ഷേക്ക് ചെയ്തിട്ടില്ല. ഈ ഷെയ്ഡ് വന്നിട്ട് ഇതാണ്, കാണാനുണ്ടോ?
കാണാണ്ടോന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ക്യാമറമാനാണ് അവിടെ ഇരുന്നിട്ട് ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പിങ്ക്സ് അല്ലെങ്കിൽ മോവ് ഷെയ്ഡ്സ് അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മേടിച്ചോളൂ. ഇതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ എല്ലാ ആളുകളുടെ കയ്യിലും ഇത് ഉണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഒരു സ്വാച്ച് മാത്രമായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു എഫക്റ്റ് ഇല്ലേ, നമ്മൾ അധികം കവറേജ് ഇല്ലാതെ. ഇത് ഫസ്റ്റ് കോട്ടിൽ ഇടുമ്പോഴത്തേക്കിനും അധികം കവറേജ് ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ് തന്നെ പക്ഷെ കുറച്ചും കൂടെ പ്ലം ആയിട്ടുള്ള, കുറച്ചും കൂടെ ജ്യൂസി ആയിട്ടുള്ള അങ്ങനത്തെ പോലത്തെ ഒരു ലുക്ക് വരും. എനിക്കിത് 2 സ്വൈപ്പിൽ ഇടാനും ഇഷ്ടമാണ്, ഒറ്റ സ്വൈപ്പിൽ ഇടാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളൊരു നോ മേക്കപ്പ് ലുക്കൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ സ്വൈപ്പിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുറച്ചും കൂടെ ലിപ്സ് എന്താ പറയുക, കുറച്ചും കൂടെ പ്ലം ആയിട്ട്, കുറച്ചും കൂടി ജ്യൂസി ആൻഡ് എന്താ പറയുക ഭയങ്കര ഗ്ലോസി ആയിട്ട് ഇരിക്കത്തില്ലോ. ഇപ്പോൾ ചില ആളുകൾക്ക് മാറ്റ് ആയിട്ടുള്ള എന്താ പറയുക അങ്ങനെ നിൽക്കുന്ന ലുക്കായിരിക്കും, കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുള്ള അങ്ങനത്തെ ലുക്ക് ആയിരിക്കും ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്ര കണ്ടും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഇങ്ങനെ പിങ്കി ന്യൂഡ്സ് ഒക്കെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ബൈ ആണ്. നന്നായിട്ട് ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എന്നെക്കാട്ടിലും ഒരു 2 ഷെയ്ഡൊക്കെ ഡാർക്കർ ആയിട്ടുള്ള ആളുകൾക്കും ഇത് ചേരും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ വൈന ലിങ്ക് നമ്മളുടെ ചുണ്ടിനകത്ത് ഇടുമ്പോഴത്തേക്കിനും അതിപ്പോൾ കളർ തിയറി അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഷെയ്ഡിനും കുറച്ചും കൂടെ ഡിഫറൻസ് വരും. പക്ഷേ ഈ ഒരു ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ഇതൊരു ലിപ് ഗ്ലോസ് പോലെ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ചുണ്ടിലെ പിഗ്മെന്റേഷൻ അതൊന്ന് കവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി കവർ ചെയ്യല്ല, പക്ഷെ എന്നാലും ഒന്ന് എടുത്ത് കാണിക്കാതെ ഒരു നല്ലൊരു രീതിയിൽ നമ്മുടെ ലിപ്സ് ട്രാൻസ്ഫോം ആവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഗ്ലോസി ലിപ്സ്റ്റിക് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേടിച്ച് നോക്കാവുന്നതാണ്, നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോൺ ഒക്കെ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് മസ്റ്റായിട്ട് മേടിച്ചോളൂ, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ലോറിയൽ പാരീസിന്റെ 301 റോസ്വുഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. കാണാണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിന്റെ പാക്കേജിങ് കുറച്ചും കൂടെ നല്ല ലക്ഷറി പാക്കേജിങ് ആയിട്ടുണ്ട് അല്ലേ. എനിക്ക് അങ്ങനത്തെ ഞാൻ ലിപ്സ്റ്റിക്കിന്റെ കുറച്ചും കൂടെ കുഞ്ഞു ഡീറ്റെയിലിങ്സ് ഒക്കെ നോക്കുന്ന ആളാണ് കേട്ടോ. എനിക്ക് ഇഷ്ടം അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് കുറച്ചും കൂടെ ഒരു പർപ്പിൾ ഷെയ്ഡിലോട്ട് വരുന്നതാണ്. ഈ 2ാമത്തെ ഷെയ്ഡാണ് ഇതാണ്. ഇത് നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി ടെക്സ്ചറാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ചില കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക് നമ്മളുടെ ഫേവറേറ്റ് ആയിരിക്കും, ചില കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ചില കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് നമുക്ക് അത്ര മാച്ച് ആവുന്നതായിട്ട് നമുക്ക് തോന്നില്ല അല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് എനിക്ക് അത്ര മാച്ച് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഈ ഷെയ്ഡ് ആസ് സച്ച് നല്ലതാണ്, ഈ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, പക്ഷെ എൻ്റെ ഒരു ടേസ്റ്റിൽ വരുന്ന ഒരു ഷെയ്ഡ് അല്ല ഇതെന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടെ എനിക്ക് അത്ര ചേരാത്തതുപോലെ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഫേസിന് ചേരുന്നതായിട്ട് തോന്നുന്ന കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഫേസിന് കുറച്ചും കൂടെ എന്താ പറയുക ഡാർക്സ് അല്ലെങ്കിൽ ബ്രൗൺസ് അത് മാച്ച് ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, പിങ്ക്സ് അങ്ങനെ മാച്ച് ആവുന്നത് തോന്നിയിട്ടുണ്ട്. ഇതുപോലത്തെ മോവ് അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുന്ന ഒരു പർപ്പിൾ ഷെയ്ഡ് അത് എനിക്ക് അത്ര മാച്ച് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഷെയ്ഡിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം എല്ലാവർക്കും ഒരുപോലെ ചേരുന്ന പോലത്തെ ഒരു ലിപ്സ്റ്റിക് ആണ്. അതുപോലെ ഇതിൻ്റെ ഫോർമുലയും കാര്യങ്ങളും എല്ലാം നല്ലതാണ്, ഇതിൻ്റെ ഷെയ്ഡും നല്ലതാണ്, ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. പക്ഷേ ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അല്ല എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഷെയ്ഡും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത്ര കണ്ടും അങ്ങനെ ലാസ്റ്റിംഗ് ഉണ്ടായിരിക്കില്ല, നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്കിന്റെ ലാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ല അല്ലേ. ഇത് സെറ്റിൽ ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. എസ്പെഷ്യലി നമ്മൾ 2 കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തൊടുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൈമുള്ള പ്രിന്റ് നമ്മളുടെ ചുണ്ടിൽ വരും, കാരണം ഇത് ഗ്ലോസി എഫക്റ്റ് അല്ല. അതുകൊണ്ട് അതല്ല നമ്മൾ ഒറ്റ കോട്ട ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് സെറ്റിൽ ആവും. അതിനുശേഷം പിന്നെ ആ ഗ്ലോസും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുള്ളതാണ്. അതായത് ഈ ഫിനിഷിൽ തന്നെ നമ്മളുടെ ചുണ്ടിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ 2 കോട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ ഇത് സെറ്റിൽ ആവാനായിട്ട് കൊടുക്കേണ്ടി വരും. വൺസ് സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ട്രാൻസ്ഫർ ആവുന്നില്ല, ആ ഗ്ലോസും പോകത്തില്ല കേട്ടോ, കുറേ നേരം ഉണ്ടാവും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം, നമ്മൾ ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ അത് കുറച്ചും കൂടെ അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് റിമൂവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുണ്ടിലെ സ്കിൻ ഇങ്ങനെ പീൽ ഓഫ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം അവിടെ വെച്ചതിന് ശേഷം മാത്രം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടയ്ക്കും. അതിനുശേഷം നല്ലൊരു ലിപ് ബാം അല്ലെങ്കിൽ ലിപ് മാസ്ക് ഇട്ട് കൊടുക്കാട്ടോ. അല്ലെങ്കിൽ അത് ചുണ്ടിനെ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആകുമ്പോൾ അതാണ് ഒരു പ്രശ്നം. അതായത് നമ്മുടെ ചുണ്ടിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. അങ്ങനെ ഒരു പ്രശ്നം തന്നെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ടായിരുന്നല്ലേ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് നോക്കാവുന്നതാണ്. ഞാൻ ഇത് അല്ലെങ്കിൽ ഞാൻ ഇത് അധികം യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് എൻ്റെ മുഖത്തിന് അത്ര ചേരുന്നത് പോലെ തോന്നാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഷെയ്ഡ് എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചില ലിപ്സ്റ്റിക്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നും.
തോന്നില്ല. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ ബ്രൈറ്റ് ആവണം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആവണം, എല്ലായ്പ്പോഴും ഒരേ ലിപ് ഷെയ്ഡ് യൂസ് ചെയ്യാണ്ട് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ ലിപ്സ്റ്റിക് ഇടാറുണ്ട്. അതിനുശേഷം എനിക്ക് കുറച്ച് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും തോന്നും അയ്യോ ഇത് ഭയങ്കര ബ്രൈറ്റ് ആയി പോയോ. ഞാൻ അങ്ങനെ ബ്രൈറ്റ് ലിപ്സ്റ്റിക്കിന് ഭയങ്കര ഫാൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ടെൻഷൻ വരും. അപ്പം ഞാൻ അതൊന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതായത് ആ ഒരു ഷെയ്ഡിനൊന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ബ്രൈറ്റ്നസ് ജസ്റ്റ് ഒന്ന് കുറയ്ക്കാനായിട്ട് അങ്ങനെയാണ് കേട്ടോ ഈ ഷെയ്ഡ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാറ്. അതല്ലാതെ ഈ ഷെയ്ഡ് ആസ് സച്ച് ആയിട്ട് എനിക്ക് ഇടുമ്പോഴത്തേക്കും അത്ര എനിക്ക് അങ്ങനെ ചെയ്യുന്നത് പോലെ തോന്നാറില്ല കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഇഷ്ടമാവുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇത് മിലാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. കാണാണ്ടോ? ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 17 പ്ലം റോസ് എന്നാണ്. ഇതും ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു പിങ്ക് ഷെയ്ഡ് എനിക്ക് ഇഷ്ടമാണ്. കാണാണ്ടോ? ഒരു ടിപ്പിക്കൽ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കിനും ഇത് എനിക്ക് കാണുമ്പോൾ നമ്മൾ ഡാൻസ് കോമ്പറ്റീഷനൊക്കെ ഇടുന്ന ഒരു പിങ്ക് ഷെയ്ഡില്ലേ, അതുപോലെയാണ് ഏകദേശം വരുന്നത്. പക്ഷേ നമ്മളുടെ ഡസ്കി സ്കിൻ ടോണിനെ കുറച്ചും കൂടെ കോംപ്ലിമെന്റ് ചെയ്ത് നമ്മളുടെ സ്കിന്നിൽ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ്, ഇപ്പോൾ ചില ലിപ്സ്റ്റിക്സ് ഇടുമ്പോഴത്തേക്കിനും നമ്മളുടെ ഫേസ് ഒന്ന് ന്യൂട്രൽ ആയിട്ട്, അതായത് പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നും തോന്നില്ല. ചില ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ നമ്മളുടെ ഫേസ് ഒന്നും കൂടെ ബ്രൈറ്റർ ആയിട്ട് നമുക്ക് തോന്നിക്കല്ലേ. അതുപോലെ ഇട്ടിട്ടില്ലെങ്കിലും നമ്മളുടെ ഫേസിന് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എന്തൊക്കെയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും എഫേർട്ട് എടുത്ത് നമ്മളൊരു മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പോലെ ഒരു ലുക്ക് തരാനായിട്ട് ചില ലിപ്സ്റ്റിക് നമ്മളെ സഹായിക്കും. അങ്ങനെ പോലത്തെ ഒരെണ്ണമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അതായത് നമ്മളെ കുറച്ചും കൂടെ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കി നമ്മുടെ ആ ഒരു ഡസ്കി സ്കിൻ ടോണിന് നന്നായി കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പിങ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പിങ്ക് ഒബ്സഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് പിങ്ക് ഷെയ്ഡ്സ് അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടാറുണ്ട് ഞാൻ. എന്നാലും ഇതൊരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമ്മുടെ ചുണ്ടിന് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒന്നും കൂടെ ഡിഫൈൻ ചെയ്ത് കാണിക്കുന്നത് പോലെ തോന്നാറുണ്ട്. പിന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അങ്ങനെ ലാസ്റ്റിങ് നമുക്ക് ഉണ്ടാവില്ല, പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് അതാണ് കേട്ടോ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഇത്രയും ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം. നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്, നല്ല ക്രീമി ടെക്സ്ചർ ആയിരിക്കും, നല്ല ചുണ്ടിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. എനിക്കില്ലേ ഇങ്ങനെ എന്താ പറയുക, ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടിൽ എന്തോ ഇങ്ങനെ ഒരു ഭാരം ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ നല്ല ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ചിലപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ടെന്ന് ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അതൊന്നും ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ എനിക്ക് എന്തോ ചുണ്ടിൽ എന്തോ ഭയങ്കര ഭാരമുള്ള പോലെ എനിക്ക് തോന്നുന്നു അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും. അതുപോലെ റിമൂവ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ആകുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ. അതുപോലെ തന്നെ മിക്സ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ലിപ്സ്റ്റിക് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക മാറ്റി മറിച്ച് യൂസ് ചെയ്യാനായിട്ടും ഭയങ്കര എളുപ്പമാണ്. നമുക്കിങ്ങനെ മിക്സ് ചെയ്യാനും നമുക്കിങ്ങനെ അങ്ങനെയൊക്കെ ആക്കാനും അതൊക്കെ എളുപ്പമല്ലേ. ഓക്കെ, അപ്പോൾ ഇത് നല്ലതാണ്. ഈ ബ്രാൻഡ് എനിക്ക് അങ്ങനെ ആദ്യം കേട്ടിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഇത് എനിക്ക് ഒക്കെ ഗിഫ്റ്റ് കിട്ടിയതായതുകൊണ്ട് എനിക്കറിയില്ല ആളെ എവിടെ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ളത്. ഞാൻ ലിങ്ക്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് നമ്മളുടെ കുക്കുഡ് മേടിച്ചിട്ടുണ്ടായിരുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് മാർസിന്റെ കളർ ബം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 11 ഡസ്കി ദുബായ് എന്നാണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡിന്റെ പേര്. അത് കൊള്ളാലോ കുക്കുഡു, ഡസ്കി ദുബായ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ലിപ്സ്റ്റിക് വന്നിട്ട്. കാണാണ്ടോ? ഇതിന്റെ ഷെയ്ഡ് കുറച്ചും കൂടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുക്കുടുവിന് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നമ്മുടെ കുക്കുടുവിന്റെ തീരുമാനമായിരുന്നു ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. പക്ഷെ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഷെയ്ഡിനൊന്നും പറയുന്നില്ല, ഷെയ്ഡ് എനിക്കിഷ്ടമാണ്. കാണണ്ടോ? ഈ ഒരു ഷെയ്ഡാണ് ബ്രൗൺ ഷെയ്ഡ്. നല്ല അടിപൊളി ഷെയ്ഡാണ്. നിങ്ങൾ ബ്രൗൺസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ റേഞ്ച് ആണ് കേട്ടോ. നമുക്ക് മാർസിന്റെ ഞാൻ മുന്നും കാണിച്ചിട്ടുണ്ട് ലിപ് ക്രയോൺസ് ഒക്കെയും അതുപോലെ തന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സും ഞാൻ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ്, നല്ല അടിപൊളി ഷെയ്ഡ്സ്. അതായത് ഷെയ്ഡ് റേഞ്ച് ഒരുപാടുണ്ട് കേട്ടോ മാർസിൽ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ എന്താ പറയുക ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിലും ഡീപ്പർ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിലും നന്നായി മാച്ച് ചെയ്യുന്ന ഒരുപാട് ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ അടിപൊളി ലിപ്സ്റ്റിക് ആണ് ഇത്. അത്യാവശ്യം നല്ല ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നമ്മൾ ചുണ്ടിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ നിന്നോളും. വൺ സെറ്റിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചാലോ എന്ത് ചെയ്താലോ നമ്മൾ മാച്ചാലോ തേച്ചാലോ ഒന്നും പോവില്ല കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇപ്പോൾ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും ഓരോ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. ചിലർക്ക് അതിന്റെ കളർ പേ ഓഫ് ആയിരിക്കും, ചിലർക്ക് അതിന്റെ ലാസ്റ്റിംഗ് ആയിരിക്കും, ചിലർക്ക് അതിന്റെ ഫോർമുല ആയിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിന്റെ കളർ പേ ഓഫും അതുപോലെ തന്നെ അതിന്റെ കംഫർട്ടാണ് കേട്ടോ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഭംഗിനെക്കാട്ടിലും ലാസ്റ്റിങ്ങിനെക്കാട്ടിലും എല്ലാം കൂടുതൽ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ലിപ്സിൽ കംഫർട്ടബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡ് റേഞ്ച് ആയിരിക്കണം. വേറെ ഒന്നും ഞാൻ അങ്ങനെ നോക്കുന്ന ആളല്ല കേട്ടോ. അപ്പോൾ കുക്കുടുവിന് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യണം, കുറച്ചും കൂടെ ഡാർക്ക് ആയിരിക്കണം. കുക്കുടു എങ്ങനെ ലിപ്സ്റ്റിക്സ് മിക്സ് ചെയ്തിട്ടാലും ലാസ്റ്റ് ആ ഒരു വൺ ഷെയ്ഡിലോട്ട് എത്തും. നിങ്ങൾ അവളെ വേറെ വേറെ ലിപ്സ്റ്റിക് ഷെയ്ഡിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബിലോ. അങ്ങനെ കാണാനേ ചാൻസ് ഇല്ല. അവൾ ലാസ്റ്റ് ഒരു ഷെയ്ഡിലായിരിക്കും എത്തുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. നിങ്ങൾക്ക് ബ്രൗൺ ഷെയ്ഡ്സ് ഇഷ്ടമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് മേടിച്ചോളൂ. നല്ല ഷെയ്ഡാണ് കേട്ടോ. ഞാനിത് അങ്ങനെ ഒറ്റ ഒരു എന്താ പറയുക ഈ ലിപ്സ്റ്റിക് അങ്ങനെ തന്നെ അങ്ങനെ ചുണ്ടിലോട്ട് ഇടാറില്ല. ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട്
ഇങ്ങനെ ചുണ്ടിൽ ഡാബ് ചെയ്തിടുവേ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ലിപ്സ്റ്റിക് ആയിട്ട് മിക്സ് ചെയ്യുക അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡിൻ്റെ ഒരു കട്ട ഫാൻ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ ആസ് എ ലിപ്സ്റ്റിക് ഇത് നല്ലതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ ബോബി ബ്രൗണിന്റെ ഈ ഒരു മിനി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. കാണാനുണ്ടോ? ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് നമ്മളുടെ കുക്കുടുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. കാണുന്നുണ്ടോ? നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന അത്ര ഡാർക്ക്നെസ് ഇല്ലയോ, നമ്മൾ കയ്യിൽ വരയ്ക്കുമ്പോഴത്തേക്കിനും ഇല്ല കേട്ടോ. ഇതാണ് ആ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കിനും ഇത് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണെന്നല്ലേ തോന്നുന്നത്. ഇതിപ്പോൾ എൻ്റെ കൈമ വരച്ചുകൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മളുടെ ലിപ്സിലാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഇത്രയും ഒരു ഡാർക്ക്നെസ് നമ്മളുടെ ചുണ്ടിലോട്ട് വരുന്നില്ല. അതായത് നമ്മൾ ഈ കാണുന്ന അത്രയും ഒരു ഡാർക്ക് ഷെയ്ഡ് അല്ല നമ്മളുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും വരുന്നത്. പക്ഷെ സ്റ്റിൽ നല്ലൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈവൺ ദോ ഞാൻ അങ്ങനെ ഡാർക്ക് ഷെയ്ഡ്സിന്റെ ഫാൻ അല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഷെയ്ഡ് എൻ്റെ ചുണ്ടിൽ വന്നപ്പോഴത്തേക്കിനാണെങ്കിലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബോബി ബ്രൗൺ കുറച്ചും കൂടെ ഒരു എക്സ്പെൻസീവ് സൈഡാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളാരും മേടിക്കണം അങ്ങനെ നിർബന്ധമായിട്ട് പറയില്ല. കാരണം ഇതിനെക്കാട്ടിലും നല്ല ഡാർക്ക് ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഡാർക്ക് ഷെയ്ഡ്സ് ഇതിന്റെ ഡ്യൂപ്സ് ഒക്കെ പോലെ നമുക്ക് വേറെ ബ്രാൻഡ്സിലും കുറച്ചും കൂടെ അഫോർഡബിൾ റേഞ്ചിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഞാൻ മേടിച്ചല്ല, ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് എന്താ പറയുക, ഞാൻ ഇതൊരിക്കലും നിങ്ങളെ നിർബന്ധിക്കില്ല ഈ ഒരു ഷെയ്ഡ് മേടിച്ചോക്കോ. ഞാൻ ഇതിൽ നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാർസിന്റെ നിങ്ങൾ മേടിച്ചോളൂ. ബ്രൗൺസ് ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്ലോസി ഫിനിഷ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതും എന്തായാലും മേടിച്ച് നോക്കിക്കോളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെയും നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. പക്ഷെ ഇത് രണ്ടും ഞാൻ മസ്റ്റ് ബൈ ആയിട്ട് പറയും കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് നല്ലതാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ ബ്രാൻഡ്സ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ കുറച്ചും കൂടെ അഫോർഡബിൾ വേർഷൻസ് നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ വന്നിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് കുറച്ച് അബദ്ധമായിരുന്നു മേടിച്ചത്. കാരണം ഞാനിത് ഒരു പിങ്ക് കണ്ടിട്ട് ഞാൻ മേടിച്ചായിരുന്നു. പക്ഷെ ഞാൻ സ്റ്റിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് കുറച്ചും കൂടെ ഒരു സാറ്റിൻ ഫിനിഷ് ഉള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഫിനിഷ് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കിനും മനസ്സിലാവുമായിരിക്കും. കാണാനുണ്ടോ? ഇതിപ്പോൾ എൻ്റെ കൈമ വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാണാം. ഇത് ഏകദേശം വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡാണ്. പക്ഷേ നമ്മളൊരു നല്ല ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് വരച്ചേച്ചും നമ്മളുടെ ഉള്ളിൽ ഈ ഷെയ്ഡ് ഇടുകയാണെന്നുണ്ടെങ്കിലോ അടിപൊളി ലുക്കാണ് കേട്ടോ. ഇത് നല്ല ഗ്ലോസി ഫിനിഷും അതുപോലെ തന്നെ നല്ല ക്രീമിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ലിപ് ലൈനർ വരച്ചിട്ട് നമ്മൾ ഉള്ളിൽ മാത്രം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇത് തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അബദ്ധമായിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ ഡസ്കി സ്കിൻ ടോൺ അത്ര കണ്ടും അങ്ങനെ മാച്ച് ആവില്ല. പക്ഷേ എനിക്ക് സ്റ്റിൽ ഞാൻ ഈ ലിപ്സ്റ്റിക് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പിങ്ക് ന്യൂഡ് ഷെയ്ഡ് കൊണ്ടാണ്. അത് ലിപ് ലൈനർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ തോന്നില്ല. നിങ്ങൾ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ആ ലിപ് ലൈനർ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇന്നർ കോർണേഴ്സിലും അതുപോലെ തന്നെ മേളിലൊക്കെ വരച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ ആ ന്യൂഡ് ലിപ്സ്റ്റിക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കില്ല ആ ഒരു കാര്യം. ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ ചുണ്ട് ഡിഫൈൻ ചെയ്ത് കുറച്ചും കൂടെ പ്ലം ആയിട്ട് എന്താ ജ്യൂസി ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഷെയ്ഡ് ഞാൻ നിങ്ങൾ അങ്ങനെ നിർബന്ധിക്കില്ല മേടിക്കാനായിട്ട്. നിങ്ങൾക്ക് അങ്ങനെ പിങ്ക് ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോളൂ. പിന്നെ ഇതിന് അധികം റേറ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാനിവിടെ മേടിക്കുമ്പോഴത്തേക്കും ഒരു 10 ദിറംസോ 12 ദിറംസോ അത്ര കണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മേടിച്ചാൽ, പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഷീനിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ പല വീഡിയോസിലും. ഇതും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്കാണ് നമ്മളുടെ ഓഫീസിലുള്ളത്. ഇത് നമ്മുടെ കുക്കുടെ ഏകദേശം എടുത്ത് കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഇത് ലിപ്സ്റ്റിക്കിനെക്കാട്ടിലുപരി ഇതൊരു ലിപ് ഗ്ലോസ് അല്ലെങ്കിൽ ലിപ് ടിൻറ്റ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഏകദേശം ഒരു ബ്രൗണിഷ് ഒരു ഗ്ലോസി ഷെയ്ഡാണ്. കാണണ്ടോ? ഈ ഒരു ഷെയ്ഡാണ്. എൻ്റെ വരച്ച് കയ്യിൽ ഏകദേശം സ്ഥലമൊക്കെ തീർന്നു. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. നമ്മുടെ കുക്കുടുവാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. കുക്കുടുവിനാണ് ചില സമയത്ത് ഡാർക്ക് ഷെയ്ഡ്, ചില സമയത്ത് എന്താ പറയുക ജ്യൂസി ആയിട്ടിരിക്കണം, ചില സമയത്ത് പ്ലം ആയിട്ടിരിക്കണം, അങ്ങനെ പല പല മാറ്റങ്ങളുള്ള ആൾ നമ്മുടെ കുക്കുടുവാണ് കേട്ടോ. അത് പക്ഷെ നല്ലതാണ്, അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണല്ലോ. ഞാനാണ് ലാസ്റ്റ് ഒരു ഇതിൽ തന്നെ എത്തുന്ന ആൾ. ഓക്കെ, അപ്പം നമ്മളുടെ വിഷയം അതൊന്നുമല്ല. ഈ ഒരു ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇത് പെട്ടെന്ന് പോകും കേട്ടോ, നമ്മുടെ ചുണ്ടിൽ നിന്ന് പെട്ടെന്ന് പോകും. പക്ഷെ ഷെയ്ഡ് ആസ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ബെയർ ലിപ്സിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ചുണ്ണാമ്പ് മുറുക്കി തുപ്പി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടിരിക്കത്തില്ലയോ, ഏകദേശം അതേ കൂട്ടിരിക്കും. പക്ഷെ അതല്ല, നമ്മൾ ഏതെങ്കിലും ലിപ്സ്റ്റിക്കിന്റെ മുകളിൽ ഒരു ടോപ്പ് കോട്ട് പോലെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് ജസ്റ്റ് നമ്മൾ ഗിഫ്റ്റ് കിട്ടിയ കാരണം താങ്ക് യു എക്സ്ട്രാ. ഓക്കെ, ഗിഫ്റ്റ് കിട്ടിയ കാരണം ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ കേട്ടോ. നല്ലതാണ്. ഇത് ഷീൻ നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ, ലിങ്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഈ ഒരു റേഞ്ചിൽ എനിക്ക് തോന്നുന്നു കുറേ ഷെയ്ഡ്സ് ഉണ്ടെന്നുള്ളത്. ഇതിപ്പോൾ എക്സ്ട്രയ്ക്ക്
മാച്ച് ചെയ്തിട്ടുള്ള ഷെയ്ഡായിരുന്നു. എക്സ്ട്രാ കുറച്ചും കൂടെ ഫെയർ ആയിട്ടുള്ള ഒരു സ്കിൻ ടോണാണ്. അപ്പം നമ്മുടെ സ്കിൻ ടോണിലോട്ട് വരുമ്പോഴാണ് ഇത് അത്ര നമുക്ക് മാച്ച് ആവാത്തത്. അവളുടെ ലിപ്സിൽ ഇടുമ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലിപ്സിൽ അത്രയ്ക്കും അങ്ങനെ രസമില്ല എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് റേഞ്ചസ് അവൈലബിൾ ആണ്. നല്ല ഷെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ചുണ്ടിന് മാച്ച് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഞാൻ 6 ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് 7 കാണിച്ചു എന്ന് തോന്നുന്നു. ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയ ലിപ്സ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇരുന്നപ്പോഴാണ് കുക്കുടെ എന്നെ ഓർമ്മിപ്പിച്ചത് എക്സ്ട്രാ തന്നൊരു ലിപ്സ്റ്റിക് നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം 7 ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു എക്സ്ട്രാ, താങ്ക് യു അഞ്ജന ചേച്ചി ഈ ലിപ്സ്റ്റിക്സ് ഒക്കെ തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ ഈ ലിപ്സ്റ്റിക്സ് ഓരോന്ന് ഇടുമ്പോഴും എല്ലാ ദിവസവും ആലോചിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ബൈ.